ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഇന്നിവിടെ എന്നെ കാട്ടിക്കൂട്ടുന്നതെന്നല്ലേ, ഇത് കണ്ടോ നമ്മുടെ തണ്ണിമത്തങ്ങയുടെ തൊലിയാണേത്. തണ്ണിമത്തങ്ങ തിന്നതിന് ശേഷമുള്ള തൊലിയാണ് തണ്ണിമത്തങ്ങയുടെ. അപ്പോൾ നമുക്ക് ഈ തൊലി ഉപയോഗിച്ചൊരു തോരനുണ്ടാക്കിയാലോ? നല്ലൊരു നാടൻ തോരൻ അല്ലേ, അടിപൊളി തോരനുണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് ഈ തൊലി ഉപയോഗിച്ച് എങ്ങനെ ഈ തോരനുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്കിവിടെ ഈ തൊലീനെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിലെ ആ ചുമപ്പ് കളർന്ന ഭാഗമെല്ലാം അങ്ങ് കളയണേ. അത് മധുരം വരുന്നതുകൊണ്ട് അത് വേണ്ട നമുക്ക്. എന്നിട്ട് ഈ തൊലീനെ നമുക്കിങ്ങനെ ചെറുതായിട്ട് നമ്മൾ വാളരിപ്പയറൊക്കെ അരിയൂലേ, അതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാതെ നമുക്ക് ചെറുതായിട്ട് കണ്ടോ, ഈ മോഡലിൽ അരിഞ്ഞെടുക്കാം നമുക്കിതിന്. കണ്ടോ, വാളരിപ്പയറൊക്കെ പോലെ, കത്തിപ്പയറെന്നോ വാളരിപ്പയറെന്നോ ഒക്കെ പറയില്ലേ, അതുപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് അതെങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കിയാലോ. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ല? എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ തണ്ണിമത്തങ്ങ തൊലി നമുക്കിങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാതെ കഴുകി വാരി വൃത്തിയാക്കി വെച്ചതാണ്. കഴുകി വാരിയത് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും കരിയാപ്പിലയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിങ്ങനെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് അതിനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാതെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. വേകാൻ ആവശ്യത്തിന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാതെ നമുക്ക് തീ കത്തിക്കാം. തോരൻ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാതെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ തനി നാടൻ രീതിയിലാണ് വെക്കുന്നത്. തനി നാടൻ തോരൻ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെട്ടി വരുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാതെ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ. നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ തോരൻ എവിടം വരെയായി നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. നമുക്ക് ഈ തോരന് ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കാം. വെള്ളമൊക്കെ പറ്റിയാലും നമുക്ക് നല്ല അടിപൊളി തോരനായി വന്നിട്ടുണ്ട് അല്ല കുഞ്ഞൂസേ? അതെ, അത് രസമില്ലേ? സൂപ്പറായിരിക്കും. കണ്ടോ, നല്ല വഴുതനങ്ങ പിന്നെ എന്തോ കത്തിപ്പയറൊക്കെ വെക്കുന്ന പോലത്തെ നല്ല അടിപൊളി തോരൻ കണ്ടോ. ഇനി നമുക്ക് എന്നാ ചെയ്യണം? ഇനി നമുക്കിതിൻ്റെ സ്വാദ് കൂട്ടാനായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ, പച്ച വെളിച്ചെണ്ണ ശക്കലം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, നല്ല സ്മെല്ല് വരുന്നില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചിളക്കുമ്പോൾ? അപ്പോഴേ കൂട്ടുകാരെ, നമ്മുടെ നാടൻ തോരൻ എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ തോരനായിട്ടുണ്ട് കേട്ടോ. തണ്ണിമത്തങ്ങയുടെ തൊണ്ടും കൊണ്ട് നമുക്കിങ്ങനെ ഒരു അടിപൊളി നാടൻ തോരൻ ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ കത്തിപ്പയറൊക്കെ തോരൻ വെക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റുകളൊക്കെ അറിയിക്കണേ. കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. കുഞ്ഞൂസേ, നമ്മുടെ തോരൻ കറി, തണ്ണിമത്തങ്ങയുടെ തൊലിയും കൊണ്ടുള്ള തോരൻ കറി എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. ടേസ്റ്റ് നോക്കിയേ, എങ്ങനെയുണ്ട്? നല്ലതാണോ ഇല്ലയോ എന്ന്? നല്ലതാണോ? അതല്ലേ, ഉപ്പൊക്കെ കണക്കല്ലേ? എരിവൊക്കെ കണക്കല്ലേ? അപ്പം സൂപ്പറാണ് അല്ലേ? അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.